അന്നേക്ക് കൂട്ടിന് ഓരോരോ പെണ്ണിനെ തേടി നടക്കണം. അപ്പണ കാലം അപ്പണയ്ക്ക് മുന്നിൽ കരുതി വെച്ചത് അവളായിരുന്നു. അവളാടിയ കഥയിൽ ഒരിക്കൽ ഒരു നാഗപ്പാട്ടിന്റെ ഈണം കലർന്നു. അങ്ങനെ കഥകളിന്റെ അരങ്ങായി കരിനാഗത്തിന്റെ കളിയരങ്ങ് നാഗമണ്ഡല. ശാപങ്ങള് നിങ്ങൾക്കൊന്നും അപ്പനെ ശരിക്കും അറിയില്ല. അപ്പണ്ണ കുറെ കിളികൾ വീഴ്ത്തും, കൂടെ പൊറപ്പിക്കും. എന്താണ് അത്ര കുറിച്ചു നോക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുകച്ചിട്ടുള്ള നിനക്കെന്താ വിളക്കുന്തിന് വേണം എഴുന്നള്ളിക്കാൻ? ഇത് അപ്പണ്ണയുടെ മാളിക, ശരിക്കും കണ്ടോണം. പിന്നെ കുറ്റം പറയരുത്. അപ്പണ്ണിയുടെ വീടാ, പുറത്തുള്ള അപ്പണ്ണിയെ കുറിച്ച് പലതും പറയും. എനിക്ക് പുല്ല. പക്ഷെ വീട് വീട് വീടായിരിക്കും. അത് നിന്റെ കിടപ്പറ കിടന്നോടെ. പിന്നെ പുറത്തുള്ളവരുമായി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അനുസരിക്കുക. ഞാൻ നാളെ ഉച്ചയ്ക്ക് വരും. ഭക്ഷണം തയ്യാറാക്കി വെക്കുക. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അനുസരിക്കുക. അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്താ തിരക്ക്? നിനക്കറിയോ ഈ അപ്പണ്ണ എന്റെ ആരാണ്? അവനെ എന്റെ കൂട്ടുകാരിയുടെ മോനാ. അപ്പോ അവനായിട്ടൊരു വധു ഇവിടെ വന്നെന്നറിഞ്ഞ ഞാനൊന്ന് വന്ന് അന്വേഷിക്കണ്ടേ? എടാ അപ്പണ്ണെ, നീയല്ലേ പറഞ്ഞത് ഈ അപ്പണ്ണയെ വേശ്യാലയത്തിൽ വെച്ച് കണ്ടു? കണ്ടു കണ്ടു, ഞാൻ കണ്ടത് ശരി തന്നെയാ. അത് അപ്പള്ള തന്നെ ആയിരുന്നു. നിനക്കെന്താണ് വേശ്യാലയത്തിൽ കാര്യം? അപ്പള്ള വാദം കൂട്ടിയിരിക്കുന്നു. അതെങ്ങനെ ശരിയാവും? അപ്പള്ള വേശ്യാലയത്തിലാണെങ്കിലും അവന്റെ ഭാര്യ ഇവിടെ തന്നെ കാണണമല്ലോ. നീ ശരിക്കൊന്നും നോക്കണം. വേണ്ടമേ വേണ്ട, ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ? ഞാൻ ജനാലിലൂടെ ഒന്ന് നോക്കണം. മുൻഭാഗത്തെ വാതിൽ പൂട്ടിയിരിക്കുമ്പോ അയ്യോ, ദൈവം ഇത്ര കരുണയില്ലാത്തവനായി പോയല്ലോ. ഓ, എനിക്ക് കാഴ്ചയില്ലാത്തവനല്ലേ. ഞാൻ പോയി നോക്കാം. എന്താണ് നീ പ്രേതത്തെ കണ്ട പോലെ? കണ്ടമേ കണ്ടു.
പൂട്ടിയിരിക്കുന്ന ആളിന്റെ അടുത്ത് ഒരു സ്ത്രീ ഉണ്ടമ്മേ. അവളായിരിക്കും അപ്പള്ളിയുടെ ഭാര്യ. ഞാൻ അവളുടെ ശബ്ദം കേട്ടതാ. നീ ശരിക്കൊന്ന് നോക്കടാ. ഓ, ഈ അപ്പള്ളയെ സമ്മതിക്കണം. സ്വന്തം ഭാര്യയെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് വേശ്യോലയത്തിൽ പോവുക, അവിടെ അന്തി ഉറങ്ങുക. എനിക്ക് പേടിയാവുന്നു. വാ അമ്മേ, നമുക്ക് പോകാം. നിക്ക്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. സംസാരിച്ചോ. പക്ഷെ ഞാനിവിടെ നിൽക്കില്ല. ഞാൻ ആ മരത്തിന് മറവിൽ മറഞ്ഞു നിൽക്കാം. ഞാനാ മോളെ കുരുടവ എന്ന എന്നെ എല്ലാരും വിളിക്കണത്. കാരണം ഞാനൊരു അന്ധയാണേ. നിന്റെ അമ്മായി അമ്മ എന്റെ സഹോദരിയെ പോലെ ആയിരുന്നു. നിന്റെ ഭർത്താവ് അപ്പനെയോ എന്റെ മോനെ പോലെ. അല്ലല്ലല്ല, മോൻ തന്നെയാ. അതെ, എന്താ മോനെ പേര്? ലക്ഷ്മി. ലക്ഷ്മി. എന്താ ഞാനൊന്ന് നോക്കട്ടെ. എന്ത് സുന്ദരിയാ മോള്. ദുഷ്ടൻ, അവനെപ്പോഴാ പുറത്തേക്ക് പോയത്? ഉച്ചഭക്ഷണത്തിന് മാത്രം വരും. അയ്യോ, അപ്പോ മുഴുവൻ സമയം മോളിവിടെ തനിച്ചാണെന്നോ? കരയല്ലേ മോളെ, ഞാൻ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവൻ എന്നെ തല്ലാറുണ്ടോ? അവൻ നിന്നോട് ഇക്കളിയാവണെന്ന് സംസാരിക്കാറുണ്ടോ? ആവശ്യത്തിൽ കൂടുതൽ ഒന്നുമില്ല. ഇത് ചെയ്യേ ഭക്ഷണം വിളമ്പ്. സംസാരിക്കാറുണ്ടോ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവനില്ല സ്പർശിക്കാറുണ്ടോ എന്നാണ്. ഇതൊക്കെ ഞാനൊക്കെ ആ മോനോട് വിവാഹത്തിന് മുമ്പ് നിന്റെ അമ്മയോ അമ്മായിയോ ഇതിനെ കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ? കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മേ, ദയവ് ചെയ്ത് അദ്ദേഹത്തോട് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറയൂ. അല്ലെങ്കിൽ ഞാൻ കിണറ്റിൽ ചാടി ചാവും. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എടാ കപ്പലിനെ, ആ മരപ്പെട്ടി പിടിച്ച് നിൽക്കാതെ ഇങ്ങോട്ടൊന്ന് വാടാ. ആ മരപ്പെട്ടി ഒന്ന് താഴെ വെക്കടാ. അത് തുറക്കടാ മണ്ട ശിരോമണി. അതിന്റെ വലത്ത് ഭാഗത്ത് തുണി കൊണ്ടുള്ള ഒരു കിഴിയുണ്ടോ എന്ന് നോക്ക്. തഴിക്കടാ മണ്ട ശിരോമണി. അതിലെ പേരിന്റെ 2-3 കഷ്ടങ്ങളുണ്ടോ? കപ്പണ്ണ എന്റെ മോന. മോളെ, ഇത് നിനക്കുള്ള എന്താ ഇത്? അതൊക്കെ ഉണ്ട്. അതൊരു കപ്പയാ. നിന്റെ ഭർത്താവ് അപ്പണ്ണ വരുമ്പോ ഇത് ഭക്ഷണത്തിൽ അരച്ചു ചേർത്ത് കൊടുക്ക്. അവനൊരു പട്ടിയെ പോലെ മണം പിടിച്ച് നിന്റെ പുറകെ വരും. നമുക്ക് പോകാം. മോളെ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇതാരെ? അപ്പണ്ണയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ കാലമായല്ലോ കണ്ടിട്ട്. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? അത് പിന്നെ നിന്റെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ നിന്റെ ഭാര്യയുമായി മുൻപി പറഞ്ഞിരിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ അവള് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. അവൾ ആരോടും സംസാരിക്കാറില്ല. ആരോടെങ്കിലും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ഞാൻ നാളെ ഉച്ചയ്ക്ക് വരും. എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചു വരുമ്പോ എനിക്കുള്ള ഭക്ഷണം തയ്യാറാക്കി. എനിക്കുള്ള പാല് വേണം. ഈ വേര് പാലിൽ തളർത്തി കൊടുത്താലോ? അയ്യോ, ഈ പാലിന്റെ നിറം ചുവപ്പായല്ലോ. ഇത് വിഷമായിരിക്കുമോ? ഞാനിതെങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കും? ആ സ്ത്രീ കണ്ണാണത്തുള്ളതാണ്. ഇത് കഴിച്ച് അദ്ദേഹം എങ്ങനെ മരിച്ചാൽ എന്റെ സ്ഥിതി എന്താവും? ഞാൻ വിധവയാവില്ലേ? എല്ലാവരും എന്നെ ഭർത്താവിനെ കൊണ്ട് വിളിക്കില്ലേ? ഇത് തെറ്റാണ്. ദൈവമേ, എനിക്കിത് കാണണം.
പാല് പാലെവിടെ? പാല് ഇത് പാലെവിടെ? वीणाम् उपलालयन्ती माणिक्यवीणाम् उपलालयन्ती मदालसा मंजुळ वाग्विलासा
മനസാ സ്മരാമി മാതംഗകന്യ മനസാ നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഭക്ഷണം മാണിക്യവീണ ഉപലാലയൻ വളരെ സുന്ദരി. ഇത്ര നീചനായ ഭർത്താവിനാണല്ലോ കിട്ടിയത്. ഇല്ല ഇല്ല, ഞാനത് പറഞ്ഞില്ല. ഏത് പറഞ്ഞില്ല? ഞാനാ പറഞ്ഞത്. പിന്നെ നിനക്ക് വേദനിച്ചു രാവിലത്തെ അടി? ഇല്ല. വേണ്ട, നീ കളവ് പറയുകയാണ്. ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് നീ എന്തെല്ലാം സഹിക്കുന്നു. നിനക്ക് നിന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. എന്തായി കരയില്ല? നിങ്ങൾ ഓർമ്മയുണ്ടോ? എന്നെ ഇവിടെ കൊണ്ടുവന്ന ദിവസം എന്നെ ഇവിടെ എങ്ങോട്ടും വിടില്ലാന്നും ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നും നിങ്ങൾ പറഞ്ഞു. അപ്പണ്ണയ്ക്ക് എന്തും പറയാം. പക്ഷെ ഇപ്പോൾ ഞാനാണ് പറയുന്നത്, നമുക്കെല്ലാം ശരിയാക്കാം. നീ ചിരിക്കേ. ഈ നായ ദിവസവും രാത്രി ഞാൻ കുറയ്ക്കാം. എത്ര കാലമായി രാത്രികാലങ്ങളിൽ നിനക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ നായയെ കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയല്ലേ? അതെ, അത് ശരിയാണ്. രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? മുഴുവൻ ഇറങ്ങും, രാത്രിയിൽ ഉണർന്നിരിക്കും. ഈ വൃത്തികെട്ട നായയെ കൊണ്ടുവന്നപ്പോൾ മുതൽ തുടങ്ങിയതാ കുറയ്ക്കാൻ. ഒന്ന് ഉറങ്ങിപ്പോയി. നിങ്ങൾ അത് പോയത്. എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഈ നായിനെ കുറയ്ക്കില്ല. രാത്രികാലങ്ങളിൽ ഞാൻ വരുമ്പോൾ നീ ഉന്മേഷവതിയായി. രാത്രികാലങ്ങളിലോ? അതെ, ഇനി മുതൽ ഞാൻ രാത്രികാലങ്ങളിൽ വരും. നോട്ടെ, പേടിക്കണ്ട. പേടിക്കാൻ ഞാൻ കിരിയും പരിപ്പൊന്നുമല്ലല്ലോ. ഇത്ര സുന്ദരമായ മുടി, ശരിക്കും നാഗകന്യകമാരുടെ കറുത്ത ഇടതോർന്ന മുടി. ചന്ദം
ഈ സ്വപ്നമല്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ അരികിൽ തന്നെയുണ്ട്. ഈ വീട്ടിൽ തന്നെ എന്നെ ഒന്ന് തൊട്ട് നോക്കൂ. നിനക്കെന്താവും? എന്നോടൊന്ന് സംസാരിച്ചു നോക്കൂ. അത് നിനക്കാവും. പിന്നെ ഞാൻ പോകുന്നതാവില്ല. എന്റെ ഒരു കൽപ്രതി ഞാനിവിടെ നിന്ന് നീങ്ങും. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ എന്നോട് വളരെ നന്നായി സംസാരിച്ചു. പക്ഷേ പകൽ ഞാൻ കാത്തിരുന്നപ്പോൾ നിങ്ങൾ ഒരു പാമ്പനെ പോലെ തിരിച്ചു. ചിരിക്കുന്നോ? എനിക്ക് പറയാനാണ് തോന്നുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? രാത്രിയുള്ള ഈ വരവ് പകലുള്ള വരവ്. ഇത് നിങ്ങളുടെ വീട്. എപ്പോൾ വരണമെന്നും എപ്പോൾ പോകണമെന്നും ഞാനാണോ തീരുമാനിക്കുന്നത്? അല്ല, നമ്മൾ തീരുമാനിക്കും. പകലുള്ള വരവ് വേണോ വേണ്ടിയെന്ന് ഭർത്താവ് തീരുമാനിക്കട്ടെ. രാത്രിയുള്ള വരവ് വേണോ വേണ്ടിയെന്ന് ഭാര്യയും തീരുമാനിക്കട്ടെ. അപ്പോഴാ നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് ഉച്ചയ്ക്കിരിക്കാൻ മടുപ്പാണ്, ഭയമാണ്. ഇതുവരെ നിങ്ങൾ ഇവിടെ ഇല്ലെന്നും കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കും. ഇന്നലെ രാത്രി ഒരു കൊച്ചു കുട്ടിയെ പോലെ എന്റെ കൈകൾ പിടിച്ച് ഉറങ്ങില്ല. വരൂ, നിനക്ക് ഉറക്കം വരുന്നില്ല. അയ്യോ, എന്താ ഇത്? രണ്ട് പാടുകൾ കല്ലുകൾ കൊണ്ടുണ്ടായ പോലെ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അപ്പോൾ പിണങ്ങിയോ? പിണങ്ങോ? എന്നോട് അറിയാതെ ഞാൻ വരൂ, നമുക്ക് ഉറങ്ങാം. എനിക്കും കാണാം. ലക്ഷ്മി, എന്തു പറ്റി? പ്രഭാതമായിരിക്കും. എനിക്ക് പോയേ പറ്റൂ. എന്താ കഴിച്ചാക്കി? പക്ഷികളുടെ ശബ്ദിക്ക് പ്രഭാതമായി. എനിക്ക് പോകണം. ഞാൻ നാളെ രാത്രി വരാം. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് വരില്ലേ? തീർച്ചയായും. ഇപ്പോൾ ഉറങ്ങണം. ഇനി മുതൽ ഈ വീട്ടിൽ ഞാൻ ചെല്ലുന്നത് ഉച്ചയ്ക്ക് രാത്രി നീ എന്നെ ആ മുറിയിൽ കാത്തിരിക്കും. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തുണ്ടെങ്കിലും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കും. എന്തിനാണ് എന്തുകൊണ്ട് എന്നോട് ചോദിക്കും. ഇല്ല, ചോദിക്കുന്നില്ല. പന്നിയും തിമിംഗലവും അടുത്തൊന്നും എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നില്ലല്ലോ. അമ്മേ, അപ്പള്ളിയുടെ വീടെത്തി. ഇനി ഞാനിവിടെ നിൽക്കില്ല. എനിക്ക് പേടിയാ. എടാ കണ്ണേ, അവൻ നശിച്ച നായ എന്റെ വീടോ ചത്തു ചെയ്യുന്നു. അയ്യോ, എടാ ബുദ്ധിയായ ചെക്ക, ഇവിടെ എന്തൊക്കെയോ തമാശകൾ നടക്കുന്നുണ്ട്. ശരിയാ. ഇതിവിടെ ചത്ത് മാറിയിരുന്നു. ഒരുപക്ഷെ അപ്പള്ള തന്നെ ആയിരിക്കും അതിന് കൊന്നത്. അയ്യോ, ആ പാവം പെൺകുട്ടി എന്ത് ചെയ്യുമെന്ന് ഒത്തിരി പേടിയാകുന്നു. എടാ എടാ കപ്പണ്ണേ, നീ അകത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. എടാ എടാ, അകത്താരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കാലടി ശബ്ദം കേൾക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെതാണെന്ന് നോക്കടാ. ആണെന്ന് തോന്നുന്നു. അയാളെങ്ങാനും പുറത്തോട്ട് വന്നാൽ ആ വാതിൽ പുറത്തു നിന്ന് കുത്തിയിട്ടുണ്ടോ നോക്ക്. ആ ഉണ്ടല്ലേ ഉണ്ട്. അതെങ്ങനെ ശരിയാവും? അപ്പന്റെ വാതിൽ പുറത്തു നിന്നാണ് പൊട്ടിട്ട് പോയ വെക്കല്. പിന്നെ അകത്താര്? എടാ നീ ശരിക്കൊന്നും നോക്കടാ കപ്പണ്ണേ. എനിക്കൊന്നും കാണുന്നില്ല. ആ ജനാലി വന്നു നോക്കടാ. അയ്യാ, അയ്യോ, എന്താണ്? എന്താണ്?
കുട്ടി വിളിക്കുന്നത് അപ്പന്നെയാണോ? അതെ. ഞങ്ങൾ കുറെ നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു. പുറത്തേക്കാരും വന്നിട്ടില്ല. തീർച്ചയായും അദ്ദേഹം അകത്തില്ല. അതിൽ പുറത്തു നിന്ന് പോയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം അകത്തുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഒരുപക്ഷേ അദ്ദേഹം പുറത്തു പോയത് നിങ്ങൾ കണ്ടിരിക്കാൻ വഴിയില്ല. ശരി ശരി, നീ നിന്റെ വിവാഹ ജീവിതം ഒക്കെ ആരംഭിച്ചോ? അപ്പണ്ണ നിന്നോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങിയോ? പകൽ സമയം മുഴുവൻ അപ്പണ്ണ എന്നോട് ദേഷ്യപ്പെടും. അപ്പൊ നീ എന്റെ വേരിന്റെ രുചി അറിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടി, പുരുഷൻ ഒരു പ്രാവശ്യം രുചിച്ചാൽ പിന്നെ പറ്റിച്ചേർന്ന് നിൽക്കുമെന്ന്. ഇനി വരതേക്ക് ഇനി കുരുടവയ്ക്ക് സാധനമില്ല. കുരുടവയ്ക്ക് ഭരതവാക്യമായി. കപ്പണ്ണ ആ വാമേ. കേട്ട ശബ്ദം ശരിയാണെങ്കിൽ അയാൾ പുറത്തു പോയി. അപ്പോൾ അമ്മയുടെ നേരിന്റെ ശക്തിയേ ഇവനെന്താ നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത്? ഇതിനു വേണ്ടി എത്ര രൂപ ചെലവഴിക്കണം? ലക്ഷ്മി, ഈ മൺമുറ്റിൽ നിന്ന് രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ? ഓ, ഇത് ചീഞ്ഞ് നാറ് തുടങ്ങിയല്ലോ. ഇതിനൊന്ന് കുഴിച്ചെടുത്തു. ശ്രീമുള്ളോർ കുടമ്പാട് നാടീനാഗങ്ങളെ കൊണ്ടുള്ള വീണപാട് സർപ്പങ്ങളെ അറിവായോരറിവിന്റെ തിരുനാള പത്തി തീർത്തു. പൂക്കണ പൂമര ചോട്ടിലെ പാതി
വിചാരിക്കാറുണ്ട് എല്ലാം ഒരു സ്വപ്നമായിരുന്നു. നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ തെറ്റി നീനക്കുണ്ണി ചൊല്ലാം നൽകൂ ബാറ്റകളല്ലേതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടെ കളിപ്പാനം വയ്യേക്കു പറപ്പാ ആവാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾക്കൊല്ല എന്നോ മലുണ്ണി ലക്ഷ്മി പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനോ രുമ്മതരാമമ്മ ചൊന്ന നാമിങ്ങറിയുവതൽ എനിക്ക് കരയാൻ തോന്നാറുണ്ട്. പക്ഷേ രാത്രി ഞാൻ അദ്ദേഹത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഇനി എന്താണ് കാണാനുള്ളത്? അതേ ചുവരുകൾ, അതേ മേൽക്കൂര. ഇതിന്റെ ചെവിയിൽ കേന്ദ്രീകരിക്കുന്നതായി എനിക്ക് തോന്നി തുടങ്ങി. സമയത്ത് കൂടുകളിലേക്ക് പോകുന്ന ചിന്തകൾ പക്ഷികളുടെ ശബ്ദങ്ങൾ. അദ്ദേഹം ഇങ്ങോട്ട് വരും തീർച്ചയായും. ഈ രാത്രി അദ്ദേഹം വന്നില്ലെങ്കിലോ? ഈ രാത്രി നിശാഗന്ധികൾ പൂത്തില്ലെങ്കിലോ? എന്റെ മനസ്സ് തണുത്തു മരവിച്ചൊരവസ്ഥ. ദൈവത്തിന് നന്ദി. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്ത് സ്വപ്നം കാണുകയല്ല എന്നതിന് എനിക്ക് കൃത്യമായ തെളിവുകളുണ്ട്. എന്ത് തെളിവ്? അണ്ണാ, ഞാൻ ഗർഭിണിയാണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? എന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന വാർത്ത നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലേ? നിങ്ങളുടെ ഈ പ്രവൃത്തി ഓർത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചിരിക്കണോ, കരയണോ, അതോ തല ചുവടിടിച്ച് തകർക്കണോ? എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ വാർത്ത കേൾക്കുമ്പോൾ എന്നെ ചുറ്റി പിടിച്ചുയർത്തി എന്റെ വയറിൽ ചെരിവെച്ച് എന്നെ ചുംബിക്കുമെന്ന്. പക്ഷേ എല്ലാം എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അതുകൊണ്ടാ ഞാനിത് എത്രയും കാലം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. പക്ഷേ ഇപ്പോൾ രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ കുഞ്ഞ് പുറം ലോകത്തെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുകയാണ്. ഇതിൽ നിന്നും ഇത്രയും കാലം ഈ രഹസ്യം മറച്ചു വെച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പോൾ പോലും അതിനെക്കുറിച്ച് പറയാതിരിക്കുക, അതൊരു രഹസ്യമാക്കി തന്നെ വെക്കുക. ആരിൽ നിന്നും, എന്തിൽ നിന്നും, എത്ര കാലം ഇത് രഹസ്യമാക്കി വെക്കാൻ കഴിയും? നിങ്ങൾ എന്ത് വിഡിത്തമാണ് പറയുന്നത്? എത്ര കാലം ഇത് രഹസ്യമാക്കി വെക്കാൻ കഴിയുന്നുവോ അത്രയും കാലം ഇത് രഹസ്യമാക്കി വെക്കുക. നിങ്ങൾ പറഞ്ഞതുപോലെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ ഒന്നും
വിട്ടിയും ഒന്നും അറിയാത്തവളുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു സ്ത്രീയാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു അമ്മയാകാൻ പോകുന്നു. ഞാനൊരു തത്തയല്ല, പൂച്ചയോ കുരുവിയോ അല്ല. എന്തുകൊണ്ട് എനിക്കൊരു മനസ്സിലാക്കാൻ തന്നെ എനിക്ക് പ്രാധാന്യം നൽകുന്നില്ല? എനിക്കെല്ലാം അറിയാം. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഞാൻ പറയുന്ന പോലെ അനുസരിക്കുക. എനിക്കറിയാം, ഞാനൊരു മന്ദിരായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ നടന്നില്ല. സ്വപ്നമോ സത്യമോ എന്ന് അന്വേഷിച്ച് നടക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു സ്വപ്നമല്ല, ഇതിപ്പോൾ ഒരു സ്വപ്നമല്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കണോ? അടുക്കളയിൽ ഊർച്ചയിൽ ആയുധമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ആ കൊണ്ടുപോയുടെ സഹായം തേടും. ഇല്ല, അതിനും കഴിയില്ല. വഴിക്ക് പോയിരിക്കുന്നു 5 മാസത്തോളം. ഇതിപ്പോൾ ഒരു രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊരു കുഞ്ഞു കിടക്കാൻ പോകുന്നു. എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ കൂട്ടിയിട്ടു. എന്നിട്ടും നീ നിന്റെ ചാരനെ കണ്ടെത്തി. പറയടി, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് ഉത്തരവാദിയാര്? ഇനി പറയാൻ പറയാൻ ഞാൻ തെറ്റുകാരിയല്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ സത്യം ചെയ്യാം. ഞാൻ തെറ്റുകാരിയല്ല. നീ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും ചെള്ളിയിൽ മുക്കില്ലെങ്കിൽ ഈ അപ്പടെ സന്തതി വരുന്നതല്ല. ആട്ടുകൂട്ടത്ത് കളിക്കാം. അവർ തീരുമാനിക്കട്ടെ നീ പിഴച്ചവളാണോ അല്ലയോ എന്ന്. നീ എന്തിനാണ് എന്നെ മുഴുവൻ നാട്ടുപ്രമുഖന്മാരുടെയും മുന്നിലേക്ക് വലിക്കുന്നത്? ഇത് പ്രസ്താവിക്കും. നീ ചോദ്യം ചെയ്യപ്പെടും. എനിക്ക് കടുത്ത ശിക്ഷാധികം നേടേണ്ടി വരും. ഇത് ഒഴിവാക്കാനാവാത്തതോ? എന്താണ് പറയുന്നത്? എന്തിനാണ് ഈ മുഴുവൻ നാട്ടുപ്രമുഖന്മാരുടെയും മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്നത്? അവരും നിനക്ക് തന്നെ അങ്ങ് തെളിയിച്ചുകൂടെ? നിന്റെ ഭാര്യ തെറ്റുകാരിയല്ലെന്ന് നിനക്ക് തെളിയിച്ചുകൂടെ? എന്നോട് ക്ഷമിക്കൂ. എന്നെ വിശ്വസിക്കൂ. ഈ വിശ്വാസത്തിനുള്ള പ്രതിഫലമല്ലേ എനിക്ക് കിട്ടിയത്? നമുക്ക് വിധി പറയാൻ വരുമ്പോൾ നിന്റെ നിഷ്കളങ്കയെ തെളിയിക്കാൻ എനിക്കൊരു അവസരം കൂടെ തരണമെന്ന് നീ പറയണം. എന്നിട്ട് നീ ഒരു പ്രതിജ്ഞ ചെയ്യണം. പ്രതിജ്ഞ? അതെ, ആൽമരത്തിന്റെ കീഴിലുള്ള മൺകുറ്റിൽ പർവ്വതം പോലൊരു നാഗൻ ജീവിച്ചിരിക്കുന്നു. അതിനെ എടുത്ത് പുറത്തിട്ട് അതിന്റെ നെറുകയിൽ തൊട്ട് സത്യം ചെയ്യണം. സത്യം മാത്രം പറയുക. സത്യം മാത്രം പറയുക. അങ്ങനെ ചെയ്താൽ നിന്റെ ഭർത്താവ് നിനക്ക് അടിമയായി തീരും. പിന്നെ നീ എന്തുദ്ദേശിക്കുന്നു? എനിക്ക് പേടിയൊന്നും നാഗത്തെയല്ല, മരണത്തെയല്ല, നിന്നെ തന്നെയാണ് എനിക്ക് പേടി. കടന്നു പോ.
വിവാഹത്തിൽ തൊട്ട് ഇന്ന് വരെ ഞാൻ ഇവിടെ സ്പർശിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇന്ന് ഇവൾ ഗർഭിണിയാണ്. എന്താ നീ പറയുന്നത്? എന്താ പറയുന്നത്? അതെ, എന്റെ പരാതിയുടെ സത്യാവസ്ഥ മനസ്സിലാക്കി നാട്ടുകൂട്ടം ഒരു വിധി കൽപ്പിക്കുമെന്ന് കരുതുന്നു. എന്താ നിന്റെ പേര്? ലക്ഷ്മി. ലക്ഷ്മി. ഈ അപ്പഴ നിന്റെ ഭർത്താവാണോ? അതെ, നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ടുണ്ടോ? പകൽ സമയം മുഴുവൻ അപ്പണ്ണ എന്നോട് ദേഷ്യപ്പെടും. രാത്രി ഒരു സ്നേഹസമ്പന്നനായ ഭർത്താവിനെ പോലെ. ഇവൾ കളവനാണ് നാട്ടുകൂട്ടമേ. രാത്രികാലങ്ങളിൽ ഞാൻ ഈ വീട്ടിൽ വരാറ് പോലുമില്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ നിങ്ങൾ എവിടെയാണ്? അപ്പോൾ അപ്പണ്ണയ്ക്ക് രാത്രികാലങ്ങളിൽ വേശ്യാലയത്തിലാണ് കൂടുതൽ അടുപ്പം. നിർത്ത്. ഒരു പുരുഷന് തന്റെ കാമുകമാരോടൊത്തും വേശ്യയോടൊത്തും അന്തി ഉറങ്ങാം. എന്നാൽ അതുപോലെയാണോ വിവാഹിതയായ ഒരു സ്ത്രീ? അതെ, ഗർഭിണി ഭർത്താവാണ് ഗർഭിണിയാവുന്നത് നാട്ടുകൂട്ടത്തിന് നിയമത്തിന് എതിരാണ്. നാട്ടുകൂട്ടമേ തുടർ നടപടിയിലോട്ട് കടക്കുക. ലക്ഷ്മി, നീ ഗർഭിണിയാണോ? അതെ, നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് എന്തു പ്രായം വരും? 5 മാസം. അപ്പോൾ നിനക്ക് പിറക്കാനിരിക്കുന്ന ജാരസന്തതി നീ എന്തുകൊണ്ട് നശിപ്പിച്ചില്ല? എന്റെ കുഞ്ഞ് പിഴച്ച സന്തതിയല്ല, അത് അപ്പണ്ണയുടേതാണ്. അതെങ്ങനെ ശരിയാവും? അപ്പണ്ണ പറയുന്നു നിന്റെ കൂടെ പുറത്തിട്ടില്ലാന്ന്. അതുകൊണ്ട് നാട്ടുകൂട്ടത്തിന്റെ ശിക്ഷാ നടപടിക്ക് നീ തയ്യാറാണോ? നാട്ടുകൂട്ടത്തിന്റെ ശിക്ഷാവിധികൾ എന്തെങ്കിലും അറിയാമോ? തിളച്ചതിൽ കഴിവുക്ക് നീ സത്യം ചെയ്യണം. ഇല്ല, എനിക്കതിന് കഴിയില്ല. തീക്കടലിലൂടെ നടന്ന് തെളിയിക്ക് നീ പരിശുദ്ധിയാണെന്ന്. ഇല്ല, എനിക്കതിനാവില്ല. മലയാളിയുടെ തുമ്പിക്കൈയിൽ പിടിച്ച് നീ സത്യം ചെയ്യണം. ഇല്ല, എനിക്കതിനാവില്ല. ഞാനൊരു സ്ത്രീയും പക്വതയില്ലാത്തവളുമാണ്. എനിക്കതിന് കഴിയില്ല. കേട്ടില്ല നാട്ടുകൂട്ടമേ, എന്റെ പരാതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നാട്ടുകൂട്ടത്തോട് ഞാൻ അപേക്ഷിക്കുന്നു. ഈ മൺമുറ്റിൽ പർവ്വതം പോലെ ഒരു നാഗം ജീവിച്ചിരിപ്പുണ്ട്. എന്റെ സത്യം തെളിയിക്കാൻ ഞാൻ ആ നാഗത്തെ എടുത്ത് പുറത്തിട്ട് അതിന്റെ നെറുകിൽ തൊട്ട് സത്യം ചെയ്യാം. ഞാൻ പിഴച്ചവളല്ല. ഞാൻ പറയുന്നത് അസത്യമെങ്കിൽ ആ നാഗം എന്നെ കൊത്തട്ടെ. ഇതൊരു പുതിയൊരു ശിക്ഷാവിധിയാണല്ലോ. അതെ, ഞങ്ങൾ സമ്മതിക്കുന്നു. നാഗത്തിന്റെ കടിയേറ്റ് ചാവാനാണ് നിനക്ക് വിധി. സത്യം തെളിയിക്ക് സത്യം. ഞാൻ സത്യം ചെയ്യുന്നു. ഈ നാഗത്തെയും എന്റെ ഭർത്താവിനെയും അല്ലാതെ മറ്റൊരു ആൺവർഗത്തിനുമില്ല. ആരെയും ഞാൻ സ്പർശിച്ചിട്ടില്ല, സ്പർശിക്കാൻ അനുവദിച്ചിട്ടുമില്ല. ഇത് സത്യം, സത്യം, സത്യം. सरस्वती
പക്ഷിയെ കൂട് തുറന്ന് പുറത്തേക്ക് വിടുന്നു സ്വാതന്ത്ര്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക്.